ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ബിന്ദുസ് വേൾഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ട്രാവൽ വ്ളോഗായിട്ട് തന്നെയാണ്. ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്നും പോയ ഒരു ട്രാവൽ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഞാനും എൻ്റെ മക്കളും ഹസ്ബൻഡും പിന്നെ ഹസ്ബൻഡിൻ്റെ സിസ്റ്ററുടെ മോളുടെ ഭർത്താവും വൈശാഖും കൂടിയാണ് പോയത്. അനഘയും വൈശാഖും കൂടി ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ. പെങ്ങളുടെ മോളാണ് അനഘ. അപ്പോൾ അവരും ഇവിടെ ബാംഗ്ലൂരിൽ തന്നെയാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ അവരും കൂടി ഞങ്ങളെല്ലാവരും കൂടിയും ഒന്നിച്ചാണ് ഒരു കാറിലായിരുന്നു പോയത്. അപ്പം കാറ് വൈശാഖ് ഡ്രൈവ് ചെയ്ത്. അനഘയെ നിങ്ങൾ പിന്നെ എൻ്റെ പഴയ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. വൈശാഖ് പുതുതായിട്ടായിരിക്കും. അപ്പം ഞങ്ങൾ കാറ് റെൻറ്റിന് എടുത്തിട്ടാണ് പോയത്. നല്ല സുഖമായിട്ട് തന്നെ പോയി വന്നു. നമ്മൾ ഡ്രൈവ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് പോയി വരാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ കാറിന് റെൻ്റ് എടുക്കാനുള്ളൊരു ഫെസിലിറ്റി ഇവിടെ ഉണ്ട്. ഹവറിന് ഇത്ര പൈസ എന്നുള്ള ഒരു ഫെസിലിറ്റി. അപ്പോൾ വൈശാഖിന് ഡ്രൈവിങ് നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് വൈശാഖ് തന്നെയാണ് ഓടിച്ചത്. അപ്പോൾ പിന്നെ എൻ്റെ മോൾക്കും ഹസ്ബൻഡിനും അനഘയ്ക്കും എല്ലാം ഡ്രൈവിംഗ് ലൈസൻസ് എല്ലാം ഉണ്ട്. പക്ഷേ അവർക്ക് അങ്ങ് ഓടിക്കാൻ അത്രയ്ക്ക് അങ്ങ് എക്സ്പീരിയൻസ് ആയിട്ടില്ല. അതുകൊണ്ട് പിന്നെ അവർ അവിടെ വൈശാഖ് തന്നെയാണ് ഫുള്ള് ഓടിച്ചത്. നല്ല സുഖമുള്ള യാത്ര തന്നെയായിരുന്നു. ഞങ്ങൾ അതിരാവിലെ 4:45 കൂടി ഞങ്ങൾ വീട്ടിൽ നിന്നും പുറപ്പെട്ടു. നന്ദി ഹില്ലിലെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സൺറൈസ് കാണാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ട് എല്ലാവരും പോകുന്നത്. ഇതാ കണ്ടില്ലേ നിങ്ങൾ, റോഡെല്ലാം ഇരുട്ടിലാണ്. അപ്പോൾ പിന്നെ അവിടെ നമ്മുടെ നന്ദി ഹില്ലിൽ എത്താൻ വലിയ ബുദ്ധിമുട്ടില്ല. എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ആ ക്യൂവിലകപ്പെട്ടാൽ അതിൽ നിന്നും നമുക്ക് ഒന്ന് മുകളിൽ എത്തിക്കിട്ടണമെങ്കിലാണ് ഭയങ്കര പാട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും നേരത്തെ വീട്ടിൽ നിന്നും പോകുന്നത്. കാരണം സൺറൈസ് എന്ന് പറഞ്ഞാൽ ഒരു 6:45-7 മണി ആവുന്നതോടുകൂടി നമ്മൾ മുകളിലെത്തണം. അപ്പോൾ ഇതാ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ പകുതി വഴിയിലൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നേരത്തെ പോകുന്നത് തന്നെ നമുക്ക് കുറച്ച് നേരത്തെ ഇവിടെ എത്തിയെങ്കിലും ഞങ്ങൾ നന്ദി ഹില്ലിൻ്റെ മുകളിലെത്താൻ ഒരുപാട് ലേറ്റായി. കാരണം എന്താ വെച്ചാൽ സൺഡേ ആയതുകൊണ്ടും പിന്നെ ശനി ഞായർ 2 ദിവസം തുടർച്ചയായ അവധിയാണ് ഇവിടെ ബാംഗ്ലൂരൊക്കെ എല്ലാവർക്കും. അതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ ആളുകളും ഇഷ്ടംപോലെ വാഹനങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ബ്ലോക്കിലകപ്പെട്ടു. കുറേ സമയം വിശ്വസിക്കുന്നുണ്ടാവില്ല, 2-3 മണിക്കൂറുകളാണ് ഞങ്ങൾ താഴെ ലൈനിൽ മെല്ലെയാണ് വണ്ടി പോയിക്കൊണ്ടിരുന്നത്. അപ്പം ആ ലൈനാണ് നമുക്ക് വലിയ തലവേദന. ഈ ക്യൂ കഴിഞ്ഞിട്ട് വേണം നമുക്ക് മുകളിലെത്താൻ. 1 by 1 ആയിട്ട് വാഹനങ്ങൾ പോയാലല്ലേ നമുക്ക് നീങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നീങ്ങി ഞങ്ങൾ മുകളിലെത്തിയപ്പോഴേക്കും എല്ലാം സൺറൈസ് എല്ലാം കഴിഞ്ഞു കേട്ടോ. ഞങ്ങൾ എത്തുമ്പോഴത്തേക്കും 9 മണിയെല്ലാം ആവാനായി. അപ്പോൾ നന്ദി ഹില്ല് എത്തുന്നതിൻ്റെ മുന്നോടിയായിട്ടുള്ള കാഴ്ചകളാണ്. ഇപ്പോഴും അങ്ങോട്ട് പിന്നെ സൂര്യനൊന്നും ഉദിച്ചിട്ടില്ല, ഇപ്പോഴും വെളിച്ചൊന്നും ആയിട്ടില്ല കേട്ടോ. നന്ദി ഹില്ലിൽ എത്തുന്നതിൻ്റെ കുറേ മുന്നേ തന്നെ തുടങ്ങും ലൈൻ കേട്ടോ. അതാ ഇവിടെ ഇങ്ങനെ 1 by 1 ആയിട്ട് കാണുന്നില്ലേ നിങ്ങൾ, ഇങ്ങനെ കുറേ ദൂരം മുന്നിലേക്കും ഇങ്ങനെ ലൈനാണ്. അപ്പോൾ നമ്മൾ ഈ ഒരേ ലൈനിൽ വണ്ടികൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അത് ഏകദേശം അറിയാലോ എത്ര ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ മെല്ലെ നന്ദി ഹില്ലിന് മുകളിലെത്തി. ഇതാ നിങ്ങൾക്ക് സൗണ്ടെല്ലാം കേൾക്കുന്നുണ്ട്. ഞാനൊന്നും മ്യൂട്ടാക്കിയിട്ടില്ല, സൗണ്ട് അതേപോലെ തന്നെ കേൾപ്പിക്കുന്നുണ്ട് കേട്ടോ. തിരക്ക് നോക്കും എത്രത്തോളം ഉണ്ട്. അപ്പോൾ ഞങ്ങളിത് അവിടെ എത്തി. നല്ല തിരക്കുണ്ട്, വെയിലുണ്ട്. ടിക്കറ്റ് എടുക്കാൻ പോയതാണ് ഇവർ. അപ്പോൾ ഞങ്ങൾ ഇവിടെ മുകളിലേക്ക് പോകാൻ തുടങ്ങുന്നു. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നല്ല കാടിനുള്ളിലൂടെ നമുക്ക് നല്ല പച്ചപ്പും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അങ്ങനെ നടന്ന് വേണം മുകളിലെത്താൻ കേട്ടോ. ഏറ്റവും മുകളിലെത്തിയാലാണ് സൺറൈസ് കാണാൻ കഴിയുക. അപ്പോൾ നല്ല നാച്ചുറൽ ബ്യൂട്ടിയാണ് ഇതിനുള്ളിലെല്ലാം. നിറയെ ആളുകളാണ്. എത്ര സ്ഥലമാണെന്നറിയോ ഇവിടെ. എങ്കിലും ഇത്രയും ആളുകൾ എന്താ പറയുക, അന്നും പിന്നെ തലേ ദിവസം എല്ലാം ഒഴിവായതുകൊണ്ടാണ് ഇത്രയും തിരക്ക് കേട്ടോ. അല്ലെങ്കിലൊന്നും ഇത്ര തിരക്ക് കാണാൻ സാധ്യതയില്ല. പിന്നെ ഇതാ കണ്ടില്ലേ, ഏകദേശം തിരക്കിൻ്റെ ആ ഒരു ഇത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇപ്പോൾ.
അപ്പോൾ അങ്ങനെ നടന്ന് നടന്ന് ദാ മുകളിലെത്തിട്ടോ, ഏറ്റവും മുകളിലെത്തി. മുകളിലുള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. ഇവിടെ ഒരു കുന്നിൻ്റെ പുറം എന്ന് പറയാം, ഹിൽ സ്റ്റേഷൻ തന്നെ. പുറത്തേക്ക് നോക്കിയാൽ നല്ല ഭംഗിയാണ് കേട്ടോ, നല്ല മഞ്ഞ് പോലെ. ഇപ്പോഴും സമയം 9 മണിയായി, എങ്കിലും മലനിരകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലം. അപ്പോൾ സൺറൈസൊക്കെ നല്ല രീതിയിൽ കാണാൻ പറ്റുമായിരുന്നു. പക്ഷേ സമയത്തിന് എത്താൻ കഴിഞ്ഞില്ല, ഈ ട്രാഫിക്കിൻ്റെ ഈ ലൈന് കാരണം. ട്രാഫിക്കല്ല, ഇവിടുത്തെ വണ്ടികളുടെ ലൈൻ കാരണം നേരത്തെ എത്താൻ പറ്റിയില്ല. ബാക്കിയെല്ലാം കണ്ട് ഞങ്ങൾ പോരുകയാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ മുകളിലെത്തിയാൽ നമുക്ക് എല്ലാ വിധത്തിലുള്ള സൗകര്യങ്ങളും, ബാത്റൂമും അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസ് ഉണ്ട് ഇവിടെ ഏറ്റവും മുകളിലായിട്ട്. പിന്നെ വെള്ളം മേടിക്കാനും അതുപോലെ ഭക്ഷണങ്ങൾ അതൊക്കെ ഉണ്ട്. ബ്രേക്ക്ഫാസ്റ്റും എല്ലാം കിട്ടും കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുന്ന കടകളെല്ലാം ഉണ്ട്. അതായത് ലഞ്ച് കിട്ടുന്ന സമയത്ത് ലഞ്ചും എല്ലാം ഉണ്ടായിരിക്കും. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ട ആ ഒരു സമയമാണല്ലോ എത്തിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ 9:30 ഒക്കെ ആയപ്പോഴാണ് ഞങ്ങൾ ഇവിടെ മുകളിലൊക്കെ എത്തിയത്. പിന്നെ ഞങ്ങൾ താഴത്തെ എത്തുമ്പോഴത്തേക്ക് വളരെ ലേറ്റാവും. കുറേ ഇങ്ങോട്ട് നടക്കാനുണ്ട് കേട്ടോ, നല്ല പോലെ നടക്കാനുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇതാ ഇവിടെ പോസ്റ്റ് ഓഫീസൊക്കെ ഉണ്ട്. അവിടുത്തെ പോസ്റ്റ് ഓഫീസാണ് ഇവിടെ. Nandi Hills. Dear friends, brothers and sisters, donation of blood is a valuable service which develops among people more than the blood relations. Each unit of your donated blood will definitely save 3 lives. Friends, due to scarcity of blood, high number of patients are suffering without getting blood on time. Donation of blood to suffering patient is a universal value. Please come to Red Cross unit now with your friends. Donate blood today only. Save the life. Society, Chikbalapura. അപ്പം മുകളിൽ പോസ്റ്റ് ഓഫീസ് ഇതാ ഇവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ എന്താ ബ്ലഡ് ഡൊണേഷനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് കേട്ടോ അവിടെ. അങ്ങനെ ഞങ്ങൾ ഇതാ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ഒന്നും കഴിക്കാതെ വന്നതല്ലേ, അപ്പോൾ എല്ലാവരും നല്ലപോലെ ക്ഷീണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ആദ്യം വിശപ്പ് അകറ്റണം. അപ്പോൾ ഞങ്ങളിവിടെ അതെന്തോ വീഡിയോ എടുക്കാൻ മറന്നു കേട്ടോ. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് പൂരിയും സബ്ജിയെല്ലാം കിട്ടി. അതെല്ലാം മസാല ദോശയും നെയ് റോസ്റ്റ് അങ്ങനെ പല പല ഐറ്റംസ് പലരും പലതായിട്ട് കഴിച്ചു. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് ഇനി ഇപ്പോൾ ഏകദേശമൊക്കെ നമ്മൾ ഒരു സൈഡ് കവറായിട്ടോ. ഇനിയും കാണാൻ ഒരുപാടുണ്ട്. ആ സൈഡിലൂടെ ഒന്നും പോവാൻ പോയിട്ടില്ല ഞങ്ങൾ. ഇനി വേറൊരു വഴിയിലൂടെ ഇറങ്ങുകയാണ്. അപ്പോൾ ആ ഇറങ്ങുമ്പോഴുള്ള കാഴ്ചകളും കൂടി നിങ്ങൾക്ക് കാണിക്കാം. ടിപ്പു സുൽത്താൻ്റെ ഫോർട്ടാണ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണുന്നുണ്ട്. പക്ഷേ ഇതൊന്നും ആവില്ല, ഇത് കുറച്ച് പൊട്ടിച്ചിട്ടൊക്കെ ഉണ്ട് തോന്നുന്നു കേട്ടോ. ഞാൻ പറയാം, അപ്പോൾ ഈ കാട്ടിലുള്ള ഈ നന്ദി ഹിൽസിൽ ഉള്ള ഈ കുളത്തിൻ്റെ പേര് പുഷ്കർണി എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ. പുഷ്കർണി പൂൾ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഒരു വളരെ കൗതുകമായിട്ടുള്ളൊരു കുളം തന്നെയാണ്. സ്റ്റെപ്പൊക്കെ ഒരുപടി ഉണ്ടായിട്ട് അങ്ങനെ ഒരു പ്രാചീനമായിട്ടുള്ളൊരു സംസ്കാരത്തിൻ്റെ ഒരു ഇത് ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇതാ ടിപ്പു സുൽത്താൻ്റെ ഫോർട്ട് എന്നൊക്കെ പറയുന്നുണ്ട്, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ കൊട്ടാരം പോലെ ഒരു ഇതാണ്. എന്നിട്ട് പിന്നെ അവിടെ കുറച്ച് ഒരു കെട്ടിടമൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അതാണ് ഞാൻ മുമ്പ് കാണിച്ചു തന്നത്. അപ്പോൾ ഞങ്ങളിങ്ങനെ നന്ദി ഹിൽസിൻ്റെ താഴത്തേക്ക് എത്താനായിട്ടുണ്ട്. ഇപ്പോൾ താഴത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ഞങ്ങളുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നും ഒരു കുറച്ച് 60 കിലോമീറ്റർ ദൂരമുണ്ട് കേട്ടോ. ലേപാക്ഷി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ഇവിടുന്ന്. അപ്പോൾ അവിടേക്ക് പോകാനാണ് പ്ലാന്. ലേപാക്ഷി എന്ന് പറയുന്നത് അവിടെ ഒരു ടെമ്പിളും ഉണ്ട്. പിന്നെ
എന്താ ഒരു ജഡായുവിൻ്റെ ഒരു തീം പാർക്കും ഉണ്ട്. അപ്പോൾ ആ 2 സ്ഥലം കൂടിയാണ്. അത് നമ്മുടെ ആന്ധ്രയിലേക്ക് കടന്നു കേട്ടോ. അപ്പോൾ ബോർഡറായി. അപ്പോൾ ഇതാ ഞങ്ങൾ ഇവിടെ എത്തിയിട്ടോ. നന്ദി ഹില്ലിൽ നിന്നും ഒരു 60 കിലോമീറ്റർ ദൂരത്തോളം വന്ന് ഞങ്ങളിതാ ആന്ധ്രയിലേക്ക് എത്തിയിട്ടുണ്ട്. ബോർഡറാണ് കേട്ടോ, കർണാടക ആന്ധ്ര ബോർഡറാണ്. അപ്പം ഇതാ മക്കളൊക്കെ ഇങ്ങനെ എന്തോ കുറിക്കാനുള്ളതൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ലേപാക്ഷി എന്ന് പറയുന്ന ഈ സ്ഥലം പുരാണങ്ങളിൽ, അതായത് രാമായണത്തിൽ ഒരു വലിയ സ്ഥാനമുണ്ട്. അതായത് സീതയെ രാവണനെ അപഹരിച്ചു കൊണ്ടുപോയതിൻ്റെ ഭാഗമായിട്ട് ജഡായു രാവണനുമായിട്ട് ഉള്ള യുദ്ധത്തിൽ ജഡായുവിൻ്റെ ചിറക് എടുത്തു മാറ്റിയത് ഇവിടെ നിന്നാണെന്നാണ് പറയപ്പെടുന്നത്. അത് അപ്പോൾ തന്നെ ജഡായു ഇവിടെ മരിച്ചു വീഴുകയാണ് ചെയ്തത്. രാവണൻ സീതയെ അപഹരിച്ച വിവരം ജഡായു രാമൻ്റെ അടുത്ത് പറഞ്ഞതും ഈ ലേപാക്ഷി എന്ന സ്ഥലത്ത് വെച്ചാണത്രേ. അപ്പോൾ ഈ ലേപാക്ഷി എന്ന പേര് എൻ്റെ പ്രാധാന്യം ഇതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ജഡായുവിൻ്റെ ഒരു വലിയ പ്രതിമ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു പാറപ്പുറത്ത് വലിയ പ്രതിമ ഉണ്ട്, അത് കണ്ടല്ലോ. അവിടെ വേറെ ഒരു കൗതുകമുള്ള കാഴ്ച കണ്ടു. അതായത് ഒരു വലിയ ചിത്രകാരൻ, പെയിൻറ്റിങ്കാരൻ അവിടെ ഇരിക്കുന്നുണ്ട്. അത് നമ്മൾ ആര് മുന്നിൽ ചെന്ന് ഇരുന്നാലും അയാൾ അതുപോലെ തന്നെ വരയ്ക്കുന്നുണ്ട്. വളരെ എന്താ പറയുക, കഴിവ് തന്നെയാണ് കേട്ടോ. അത് ഞാൻ നിങ്ങളെല്ലാം നോക്കി ഇരുന്നു പോയി. ഈ കുട്ടിയുടെ ഫോട്ടോ ആണ് ഇപ്പോൾ അയാൾ വരയ്ക്കുന്നത്. അപ്പോൾ ഞങ്ങൾ വെറുതെ ഒരു കൗതുകത്തിന് വീഡിയോ എടുത്തതാണ്. അപ്പോൾ അതും കൂടി ഇതിൽ കാണിക്കുന്നുണ്ട്. പിന്നീട് ഞങ്ങൾ പോയത് ഇതിന് തൊട്ടടുത്ത് തന്നെയുള്ള ലേപാക്ഷിയിൽ തന്നെയുള്ള ഒരു വീരഭദ്ര ടെമ്പിളിലാണ് കേട്ടോ. ഇവിടെയുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വിദേശികളൊക്കെ ഒരുപാട് വരുന്ന ഒരു അമ്പലമാണ് കേട്ടോ ഇത്. പിന്നെ ഇവിടെ കൊത്തുപണികളാൽ നിർമ്മിതമായിട്ടുള്ള നിരവധി തൂണുകളാണ് ഇവിടെ കാണാൻ കഴിയുക നമുക്ക്. പില്ലറുകൾ നിറയെ ഇടതൂർന്ന പില്ലറുകളാണ്. ഇതാ കണ്ടില്ലേ നിങ്ങൾ. ഇങ്ങനെ ഇതിന് വേറെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇതിൽ ഒരു പില്ലർ ഭൂമി ടച്ച് ചെയ്യാതെ, അതായത് ഇങ്ങനെ പൊങ്ങിയിട്ടാണ് നിൽക്കുന്നത്. ഒരൊറ്റ തൂണ് മാത്രം കേട്ടോ, ഒരു പില്ലർ മാത്രം. എന്നിട്ട് അതിലൂടെ ആളുകളെല്ലാം എന്ത് ചെയ്യാണ്, ഇതിൻ്റെ അടിയിലൂടെ നമ്മുടെ ഷാളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തുണി ഇട്ടിട്ട് ആളുകളിങ്ങനെ നോക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഒരു ഭാഗത്ത് കൂടെ ഒരു തുണിയിട്ട് വലിച്ചു കഴിഞ്ഞാൽ മറുഭാഗത്ത് കൂടെ അതങ്ങ് പോരും. അപ്പം മനസ്സിലാവുമല്ലോ അതിൻ്റെ ആ ഒരു അകൽച്ച എത്ര ഉണ്ട് എന്നുള്ളത്. ഇങ്ങനെയാണ് ഇവിടെ. ഇതൊരു പ്രത്യേകത തന്നെയാണ് ഈ അമ്പലത്തിലുള്ള ഒരു പ്രത്യേകതയാണ് കേട്ടോ. ഹാങ്ങിങ് പില്ലർ എന്ന് പറയുന്നത് ഒരു പ്രത്യേകതയാണ്. ഇതാ കാണുന്നില്ലേ, ആളുകളെല്ലാം ഇങ്ങനെ കളിച്ച് പരീക്ഷിക്കുക. ഇതാണ് ലേപാക്ഷി ടെമ്പിളിൻ്റെ എൻട്രൻസ്. ഞങ്ങൾ പോയത് വേറെ വഴിയിലൂടെയായിരുന്നു, തിരിച്ച് ഇറങ്ങിയത് ഈ വഴിയുമാണ്. അപ്പോൾ ഞങ്ങളിവിടെ ലേപാക്ഷി ടെമ്പിളിൽ നിന്നും പോന്നു. ഇപ്പോൾ ഇനി ഉച്ചയായിട്ടോ, സമയം ലേറ്റായി, ലഞ്ചിനുള്ള സമയം കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും വിശക്കുന്നുണ്ട്. സമയം ഇപ്പം തന്നെ 2, 2:30, 3 മണിയെല്ലാം ആയി. അപ്പോൾ ഞങ്ങൾ നല്ലൊരു റെസ്റ്റോറൻറ്റ് തിരഞ്ഞുള്ള യാത്രയിലാണ്. ഇവിടെ മക്കൾ ഡാബയിൽ നിന്ന് ഭക്ഷണം കഴിക്കണമെന്നും പറഞ്ഞ് ഇരിക്കുകയാണ്. അപ്പോൾ അത് തിരഞ്ഞുള്ള യാത്രയിലാണ്. അപ്പോൾ അത് വളരെ ഇഷ്ടമാണ് മക്കൾക്ക്. ഡാബയിലുള്ളത് നല്ല ടേസ്റ്റി ആവുമല്ലോ. അങ്ങനെ ഞങ്ങൾ ഒരു റെസ്റ്റോറൻറ്റിലെത്തി, ഫുഡെല്ലാം കഴിച്ചു. ഭക്ഷണമെല്ലാം നല്ല ഭക്ഷണമായിരുന്നു. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് ഞങ്ങൾ ഇനി വീണ്ടും ഞങ്ങൾ യാത്ര പോകുന്നത് ഇഷ ഫൗണ്ടേഷനിലേക്കാണ്. അപ്പോൾ ഞങ്ങൾ ഇഷ ഫൗണ്ടേഷനിലേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്നും പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ഇഷ ഫൗണ്ടേഷനിലെ വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരാം. ടിൽ ദെൻ ബൈ.